നീളുന്ന വാഗ്ദാനമോ എന്നാണ് ചോദ്യം. മാധു. ഫെബ്രുവരി 25 ഈ താക്കോൽദാനവും പട്ടയ കൈമാറ്റവും ഉണ്ടാകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് അത് മാർച്ച് 1 പിന്നീട് അത് വിഷുവിന് മുൻപ് അവിടെ കയറി താമസിക്കാൻ കഴിയും. കാരണം താക്കോൽദാനം കൊടുത്ത ദിവസം അവിടെ എല്ലാവരും ഉറങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് അത് പരുവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി വിഷുവിന് മുൻപ് അവർക്ക് അവിടെ കയറി താമസിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ ഏപ്രിൽ 30 ഇത് പൂർത്തിയാക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളതും. സ്വാഭാവികമായും വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല, അതിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നോക്കൂ, ലോകത്തെവിടെയെങ്കിലും ഒരു പുനരധിവാസം, ഒരു ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഇത്രമേൽ ഭംഗിയായി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഭരണപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യം. ലോകത്തെവിടെയെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് 500 മനുഷ്യനില്ലാതായ സമയത്ത് അവനവനെല്ലാം തികഞ്ഞിട്ടല്ല, അവനവന് ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ചെറിയ സമൂഹം 700 കോടി രൂപ CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. കോടീശ്വരന്മാർ മാത്രമല്ല അങ്ങനെ ഒരു സംഭാവന ചെയ്തത്. ഇല്ലാത്തതിൽ നിന്ന് ബാക്കി വെച്ച സാധാരണക്കാരായ മനുഷ്യരടക്കമുള്ളവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതായത് ഇത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ബജറ്റിൽ നിന്ന് വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തതല്ല. ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളും വയനാടിൻ്റെ ദുഃഖത്തിനൊപ്പം നിൽക്കണം എന്ന ബോധ്യത്തിൽ നിന്ന് അവനവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതിൻ്റെ ബാക്കി മാറ്റിവെച്ച് കൊടുത്തൊരു ഫണ്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് സർക്കാർ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ഒരാളെങ്കിലും ഏൽപ്പിക്കുകയും അവരത് നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന്. അതായത് ഇതൊരു അവകാശമാണ്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി അത് കൃത്യമായി പറയുന്ന സമയത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നതിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇനി മന്ത്രി കെ രാജൻ, ഞാൻ അദ്ദേഹത്തെ ഒരു കുറ്റവും പറയാൻ തയ്യാറല്ല. നേരത്തെ സുനിൽ സാർ തന്നെ പറഞ്ഞതുപോലെ വളരെ വൈകാരികമായി ഏറ്റവും അടുത്തു ചേർന്ന് നിൽക്കുന്ന, നോക്കൂ, ഇങ്ങനൊരു വിവാദം ഉണ്ടാകുമ്പോൾ അവിടേക്ക് മന്ത്രി ഓടിക്കിതച്ച് എത്തേണ്ടുന്ന സാഹചര്യമൊന്നും സാധാരണഗതിയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമല്ല. പക്ഷെ അദ്ദേഹം അതിനെ വൈകാരികമായി കാണുന്നു. അവിടേക്ക് ചെല്ലുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നു, അത് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നത് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അവിടെ കയറി നിന്നതിനെയൊക്കെ വലിയ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ ഒരു എക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിമർശനം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കേൾക്കുന്നതിനെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അവിടെ മായ്ച്ചു കളയുന്നത് അവിടെ ഈ വെള്ളം കിനിഞ്ഞിറങ്ങിയതിൻ്റെ പാടിന് ചുറ്റും എഞ്ചിനീയർമാർ വരച്ചിട്ട വരയാണ്. ആ വര ശരിയാണ്, നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ വിള്ളൽ എന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിക്കുക, ഊരാളുങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് മനസ്സിലാക്കുക. അതിനുശേഷം ഇതാണ് സംഭവിച്ചത്, ഈ നൗഫലിനോട് സംസാരിക്കുക. നൗഫലാണല്ലോ ഈ ആരോപണം ഉന്നയിച്ചത്. നൗഫലിനെ വിളിച്ചത് ബോധ്യപ്പെടുത്തുക, നമ്മളിങ്ങനെ ഒരു പോണ്ടിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അത് സാധാരണഗതിയിൽ ചെയ്യാത്തതാണ്, അത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ അടക്കം അതിജീവിക്കാനുള്ള ഡിസൈനിൽ പണിയുന്ന ഒരു ടൗൺഷിപ്പിലെ വീടുകളാണ്, അതുകൊണ്ടാണ് അത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ്, ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു പ്രൊസീജിയറാണ് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി മന്ത്രി കെ രാജൻ അതിനുശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ നുണ മായ്ച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ശരിയാണ്, കിരിയുന്നതിന് ചുറ്റും വരച്ചിരിക്കുന്ന ആ വര അദ്ദേഹം മായ്ച്ചു കളഞ്ഞു. ഇനി അതുമാത്രമല്ല, ഭിത്തികളിലും ചെറിയ തോതിലുള്ള ക്രാക്കുകളുണ്ട്. അതല്ല പക്ഷെ പ്രചരിപ്പിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ സാധ്യമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇതൊക്കെ സാധ്യമാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ നൂറാളുകളുടെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലാണുള്ളത് എന്ന് പറഞ്ഞിടത്താണ്. എന്താണ് മാർച്ച് 1 നടന്നത്? മാർച്ച് 1 നടന്നത് ഈ വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ വാർത്തയിലെ ഒരു വരി ഞാൻ വായിക്കാം. ടൗൺഷിപ്പിൽ എല്ലാവരും ഒരുമിച്ച് താമസം തുടങ്ങാനാണ് പദ്ധതി. ആദ്യഘട്ടമായി 178 വീടുകളുടെ താക്കോൽ ദാനം മാർച്ച് 2 മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. 2 ദേശാഭിമാനി വാർത്ത. അപ്പോൾ താക്കോൽ ദാനം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ തന്നെ ഉണ്ട്. അതിൽ പറയുന്നത് എന്താണ്? 15 ശേഷം താക്കോൽ കൈമാറും എന്നാണ്. അതെപ്പോഴും താക്കോൽ കൈമാറും എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ ഇതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഇതിൽ 178 വീടുകളുടെ അവസാന മിനുക്കുപണി മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. ഇതിലെവിടെയാണ് യാഥാർത്ഥ്യം കിടക്കുന്നത്? അത് ഫെബ്രുവരി മാസത്തിൽ ഉള്ള വാർത്തയാണ്. ഫെബ്രുവരി മാസത്തിൽ ദേശാഭിമാനി പറയുന്നത് ആ 178 വീടുകളുടെ മിനുക്കുപണി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൻ്റെ വയനാട് റിപ്പോർട്ടർ ദീപക് അവിടെ ചെല്ലുന്നു. അവിടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, അവിടെ പ്ലംബിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല,
അവിടെ തറ കംപ്ലീറ്റ് ആയിട്ടില്ല, വീട്ടുമുറ്റം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനെ പല പണികളും അവിടെ ശേഷിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും അത് ശേഷിക്കും. അതിനാണ് മിനുക്കുപണികളെന്ന് ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞത്. ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നു. ഈ പണിക്കാരുടെ ഷോർട്ടേജ് അടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വന്നതാണ്. SIR-ൻ്റെ ഒക്കെ ഭീഷണി, ഓരോ സംസ്ഥാനത്തു നിന്നും ഉദ്യോഗസ്ഥരടക്കം വിളിച്ച് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഭീഷണിപ്പെടുത്തി പാർട്ടിക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായും ഈ പണിക്കാർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഫെബ്രുവരി മാസത്തിൽ സർക്കാർ നൽകിയ 178 വീടുകൾ ആർക്കും പോയി കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ അത് പോയി കണ്ട് ബോധ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആശങ്കകളുണ്ടായി. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. നോക്കൂ, അവിടെ നൗഫൽ എന്ന് പറയുന്നയാൾ 16 പേരെ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യത്തിലെ രാഷ്ട്രീയം മാത്രം കാണുക എന്ന് പറയുന്നത് ഹിംസാത്മകമാണ്. അദ്ദേഹം വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. മനുഷ്യൻ മരിച്ചു പോകുന്ന വീട്ടിലുള്ള ആളുകളെ അധിക്ഷേപിക്കാൻ പാടില്ല, തൊട്ടുപോലും വാക്കുകൊണ്ടുപോലും പറയാൻ പാടില്ല എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പക്ഷം, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അങ്ങനെ ആ മനുഷ്യന് മാത്രം ബാധകമല്ലാത്ത എന്ത് വേദനയാണ് ഈ സമൂഹത്തിൽ ബാക്കിയുള്ളത്? അപ്പോൾ അയാൾക്കൊരു വേദന ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു കയറി താമസിക്കുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പാണെന്നേ. അപ്പോൾ അയാൾക്കൊരു ആശങ്കയുണ്ടെങ്കിൽ അത് പറയണ്ടേ? അപ്പോൾ അയാളുടെ രാഷ്ട്രീയമാണോ പറയേണ്ടത്? അപ്പോൾ ആ നിലയ്ക്ക് ഈ മനുഷ്യനെ സൈബർ ആക്രമണത്തിന് വിധേയനാക്കുന്നു. ഭീഷണിയുണ്ട് അയാൾക്ക്. ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് അയാളാണ്. അയാൾ അവിശ്വസിക്കാൻ തയ്യാറാവുകയാണ് ഈ സമൂഹമെങ്കിൽ എനിക്ക് ആ സമൂഹത്തോടൊന്നും പറയാൻ ഇല്ല. അയാൾക്ക് ഭീഷണിയുണ്ടെന്ന് അയാൾ പറയുന്നു, അയാൾക്ക് സൈബർ ആക്രമണമുണ്ട് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാളെ അവിശ്വസിക്കാനാണ് തയ്യാറെടുപ്പെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇവനെയൊക്കെ ബാക്കി വെച്ചല്ലോ ദൈവം എന്നാണ് ഒരു കമൻറ്റ്. മനുഷ്യത്വമുള്ള ഒരുത്തൻ അത് പറയുമോ? 16 പേരെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ബാക്കിയുള്ള ഒരു മനുഷ്യനെ ദൈവം ബാക്കി വെച്ചല്ലോ എന്ന് പരിതാപപ്പെടുന്ന മനുഷ്യർക്ക് രാഷ്ട്രീയം പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് ഊരാളുങ്കലിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒരു വീടിന് 3-4 മാസം എടുക്കും. അത് ഫിനിഷ് ആകുന്ന സമയത്ത് തന്നെ അതിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നത് പരിശോധിക്കും. ബോണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കും. വാട്ടർ പ്രൂഫിങ്ങിന് മുമ്പ് അത് ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഫോഴ്സ്ഡായി വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ കാരണം ഈ വീട് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് വീട് ഇതുവരെയും കൈമാറ്റം ചെയ്യപ്പെടാൻ ഈ 15-ാം തീയതി പോയിട്ട് വിഷു കഴിഞ്ഞിട്ട് ഏപ്രിൽ 30-ന് പോലും അത് കൈമാറ്റം ചെയ്യാൻ പര്യാപ്തമായ രീതിയിലായിട്ടില്ല എന്നതാണ് ഇപ്പോഴും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന നിലയ്ക്ക്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാഗ്ദാന ലംഘനത്തിന് സർക്കാരിനോട് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ കഴിയാത്തെന്നൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 3 മാസമോ 4 മാസമോ കഴിഞ്ഞാൽ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 2 വർഷം തികയാൻ പോവുകയാണ്. ഇത്രയധികം ഫണ്ട് കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്ത ഒരു പ്രോജക്റ്റ് 2 വർഷത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇച്ഛാശക്തി എന്ന് ഈ ഇൻവേർട്ടഡ് കോമയിട്ട് പറയുന്നതിനെ ന്യായീകരിക്കാൻ എനിക്ക് വാക്കുകളില്ല. അപ്പോൾ അത്തരത്തിൽ പരിശോധനകളൊക്കെ നടത്തി അങ്ങ് പറഞ്ഞതുപോലെ ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല, അവിടെയുള്ളവർക്ക് ഈ വയനാടിൻ്റെ സവിശേഷതകളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകൾ നൽകട്ടെ. അതിനിടയിൽ എന്താണ് ഇലക്ഷന് മുൻപ് നടത്തിയ മഹാമഹം എന്നത് വിശദീകരിച്ചാൽ മതി. Meet the editors.